മുടിയുടെ നര മാറ്റുന്നതിന് വേണ്ടി പുറത്തു നിന്ന് വില കൊടുത്ത് കെമിക്കൽ പരമായിട്ടുള്ള ഡൈകൾ മേടിച്ച് ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ട. നിങ്ങളുടെ മുടിയെ കെമിക്കൽ പരമായിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടിയെ നശിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഈ പറയുന്ന ഡൈ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുടി വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ഹെയർ ഡൈ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ നിങ്ങളുടെ മുടിയെ നല്ല പോലെ കറുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും എത്ര തന്നെ നരയുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേരിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വേരിൽ നിന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അയൺ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മുടിക്ക് നല്ല പോലെ നരം മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നെല്ലിക്കയിൽ കൂടുതലും അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ടും മുടിക്ക് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനുമൊക്കെ നെല്ലിക്ക നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. മുടിയുടെ നരം മാറ്റുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. കൂടാതെ തന്നെ വെള്ളം നല്ലപോലെ കുടിക്കാനായിട്ട് നോക്കുക. നല്ലപോലെ കൃത്യനിഷ്ഠതയോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ വാരി വലിച്ച് കഴിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതും ഒക്കെ ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് അതുള്ളിൽ ചെന്നിട്ട് അത് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബയോട്ടിക് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. ബയോട്ടിക് ടാബ്ലറ്റ് ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം. ഈ ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതിനെ പരിഹാരം കണ്ടെത്തിയിട്ട് മുടിക്ക് വളർച്ച കൂട്ടാനും നരയില്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും മനസ്സിലായല്ലോ. ആഹാര കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്താണ്. നിങ്ങൾക്ക് പറ്റുന്നത് അയൺ കൂടുതൽ അടങ്ങിയിരിക്കുന്നതും പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഫുഡുകളും ഒക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അതൊക്കെ നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാനും മുടിയുടെ നര മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ. വേറൊരു കാര്യം എനിക്ക് പറയണം. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റിനകത്ത് അതിന് മറുപടി എൻ്റെ അറിയാവുന്ന എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർ വന്ന് അതിനകത്ത് മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു വ്യക്തി എഴുതിയത്, അതായത് ഞാൻ മുടി നരം മാറ്റുന്നതിന് ഡൈ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ എല്ലാ വീഡിയോസിനകത്തും ഞാൻ എടുത്ത് പറയുന്നുമുണ്ട്. ഫുഡിൻ്റെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഹെയർ ഡൈ ഇട്ടാലും നമുക്ക് മാറ്റം കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിനകത്തും വിശദമായി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡൈ ഒക്കെ നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നതുമൊക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ഫുഡിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ആ വ്യക്തി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് വീഡിയോസ് ഇടുന്നതെന്ന്. തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. എനിക്ക് അത്ര വരുമാനം കിട്ടുന്നൊന്നുമില്ല യൂട്യൂബിൽ നിന്ന്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വെച്ച് എനിക്ക് അത്ര വരുമാനമൊന്നും ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നില്ല. 3 മാസം 4 മാസം ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നത്. അതും വളരെ തുച്ഛമായിട്ടുള്ള റവന്യൂ. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആകുമ്പോൾ എനിക്ക് വർക്ക് ചെയ്താൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഈ യൂട്യൂബിൽ നിന്ന് 1 മാസം 2 മാസം കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടി വരുമാനം എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ ആരോഗ്യം അത്ര പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാതെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇടുന്നത്. അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കോടിക്കണക്കിന് കിട്ടുമെന്നൊരു ചിന്ത കൊണ്ടൊന്നും അല്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. അറിവുകൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടണം എന്നൊരു ചിന്ത കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അല്ലാതെ ആരെയും പറ്റിച്ചോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ പല കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾ ഇത് കള്ളം പറയും, അങ്ങനല്ല. പല കാര്യങ്ങളും നിങ്ങളുടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ലൈഫിൽ. എനിക്ക് വിഷമം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് ആരെയും പറ്റിച്ചോ ഒന്നും എനിക്ക് ജീവിക്കണ്ട. എൻ്റെ ആരോഗ്യം എനിക്ക് അത്ര പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യാതെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളിലേക്ക് അറിവുകൾ പകർന്നു തരുന്നത്. അല്ലാതെ ഒരാളെയും പറ്റിച്ചൊന്നും എനിക്ക് ജീവിക്കേണ്ട കേട്ടോ. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്നുള്ളത്. അത്രമാത്രം എൻ്റെ നെഞ്ചിന് വയ്യ. പക്ഷേ ഞാൻ ഈ ഓരോ ദിവസം വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി കാണിക്കാതെ തന്നെ ശരിയാവത്തില്ല. ഇത് കണ്ടോ, ഞാൻ മെഡിക്കൽ ബോക്സുമായിട്ടാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് കണ്ടോ,
ഇത്രയും ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഞാൻ ശ്വാസം മുട്ടില്ലാതെ വന്നിട്ട് നിങ്ങളോട് വീഡിയോ എടുക്കുന്നത്. അല്ലാതൊന്നും അല്ല ഞാൻ വന്നിരുന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പുട്ടിയിട്ടുകൊണ്ടൊന്നും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. എൻ്റെ ആരോഗ്യം എനിക്ക് അത്ര വയ്യാനിട്ട് പോലും എനിക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്നതും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനുമാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഞാൻ ഈ ഒരു ടാബ്ലറ്റ് എൻ്റെ ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആക്കണം, അതായത് ശ്വാസം മുട്ടിലൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ കണ്ണ് തന്നെ ഉണ്ടോ, എനിക്ക് മയക്കം വരുന്നു ഗുളിക കഴിച്ചിട്ട്. പിന്നെ പലരും പറയുന്നുണ്ട് നീ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് നിൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറ്റാത്തത് എന്താണെന്ന്. ഒട്ടുമിക്ക പേരിലും കണ്ണിൻ്റെ അടിയിൽ നല്ല പോലെ കറുപ്പുണ്ട്. പലരും മേക്കപ്പൊക്കെ നല്ലോണം ഇടുന്നതുകൊണ്ട് അത് അറിയില്ല. പക്ഷേ എനിക്ക് മേക്കപ്പ് ഒന്നും ഇടാതെ വന്ന് ആകെ ഞാൻ ലിപ് ബാം ഇടും. അത് മാത്രം ഇട്ടുകൊണ്ട് വന്നിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോസ് ഇടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ മറ്റൊരാളെ പറ്റിച്ചോ എനിക്ക് വെറുതെ കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് വീഡിയോസ് ഇടേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ ഒരു ഡൈ തന്നെ എത്രയോ ദിവസം ഞാൻ ട്രൈ ചെയ്ത് പലരോടും പറഞ്ഞ് അത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് പലരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡൈ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. ചിലപ്പോൾ വീഡിയോ ലെങ്ത് ആവും. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടം കൊണ്ടാണ് ഞാനിങ്ങനെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോലും അറിയത്തില്ല വീഡിയോ ലെങ്ത് ആവുന്നത്. ക്ഷമിക്കണം കേട്ടോ. എന്തായാലും നമുക്ക് അധികം വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ വിഷമങ്ങൾ എൻ്റെ തന്നെ മനസ്സിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അതിനെ ബോറടിപ്പിക്കേണ്ടല്ലോ. എന്തായാലും നമ്മുടെ ആ ഒരു ഡൈ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾ ആ ഒരു ഡൈ തയ്യാറാക്കി ഉപയോഗിക്കണം. എന്തായാലും നമുക്ക് ആ ഡൈ തയ്യാറാക്കാം കേട്ടോ. ഹെയർ ഡൈ പാക്ക് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വേണം. അതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ 1 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി. നമ്മളിപ്പം റൊട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന, അതായത് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി, അതായത് ഗോതമ്പിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഗോതമ്പ് പൊടി നമ്മുടെ മുടിയുടെ നരം മാറ്റും എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഗോതമ്പ് പൊടി നമ്മുടെ മുടിയുടെ നരം മാറ്റാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ്. മുടിയിൽ ഇപ്പം ഗോതമ്പ് പൊടി നമ്മളിപ്പം ഗോതമ്പ് പൊടി ചേർത്തിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലയോ? അത് കഴിക്കുന്നുണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാവാറുണ്ടോ? നമ്മുടെ ഫേസിന് ഗോതമ്പ് പൊടി അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ തന്നെ മുടിക്കും നമുക്ക് ഗോതമ്പ് പൊടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നരം മാറ്റുന്നതിന് വേണ്ടി. അതായത് ഈ ഹെയർ ഡൈ പാക്ക് നിങ്ങളിപ്പം ആഴ്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഞാൻ ആട്ടപ്പൊടിയും ഹെന്ന പൗഡറും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി നീര് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ നീര് ഞാനിവിടെ എടുക്കുന്നില്ല. നിങ്ങൾ ഇഞ്ചി ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലതാണ്. ഇഞ്ചി നീര് എടുക്കണം കേട്ടോ. ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ കോഫി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ആഴ്ചയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുപ്പിച്ച് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ എണ്ണ കാടാനായിട്ട് പാടില്ല. എണ്ണ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ പിടിക്കില്ല. പിന്നെ കൂടാതെ തന്നെ മുടിയിൽ മറ്റുള്ള കെമിക്കൽ പരമായിട്ടുള്ള കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാച്ചുറൽ പരമായിട്ടുള്ള ഈ ഒരു ഡൈ ഒരു കാരണവശാലും പിടിക്കില്ല. അപ്പം ഞാൻ നിങ്ങളോട് കുറേ ഡൈകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണ് അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം ചിലർക്ക് ചില കാര്യങ്ങൾ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഡൈയിൽ നിന്നായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഡൈകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഡൈയിൽ നിന്നായിരിക്കും ഒക്കെ കിട്ടുന്നത്. എൻ്റെ അറിവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു ഡൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും മാറ്റം കാണുന്നത്. ഇഞ്ചി നീര് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ കോഫി പൗഡർ ചേർത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് നോർമൽ ഒരു ഹെയറിന് ചെയ്യുന്ന രീതിയിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. മുടി മുഴുവനല്ല, നരയുള്ള ഭാഗത്ത് മാത്രം ചെയ്യുന്ന അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് മിക്സ് ആക്കുന്നതിന് തേയിലവെള്ളം തിളപ്പിച്ച്, അതായത് ഞാൻ തേയിലവെള്ളം തിളപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് 3 ടേബിൾ സ്പൂൺ തേയിലയിട്ട്
അതായത് നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന കട്ടൻ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചതാണ്. ഹാർഡ് കളറുണ്ട്, ഈ കളറിലാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് അതിനുശേഷം മിക്സ് ആക്കുക. ഇപ്പം തന്നെ ആ ഒരു കളർ ചേഞ്ച് ആയത് നിങ്ങൾ കണ്ടല്ലോ. ഇത് നല്ല പോലെ മുടിയുടെ നരം മാറ്റാൻ എളുപ്പം സഹായിക്കുന്നതാണ്. ഇത് ഇട്ടതിന് ശേഷം ഒന്ന് ഉണങ്ങുന്നിടം വരെ, ഉണങ്ങുമ്പോൾ ഒരു കമ്പ് പോലെ പരുവത്തിലാവും. അത് പരുവാകുമ്പോഴാണ് നമ്മൾ മുടിയിൽ നിന്ന് ഇത് റിമൂവ് ആക്കുന്നതിന്. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും. പലയിടത്തെയും പല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ 15 മിനിറ്റിന് ശേഷം നിങ്ങൾ മുടിയിൽ നിന്ന് ഇത് കഴുകി മാറ്റാവുന്നതാണ്. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട. സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. മുടിയിൽ നിന്ന് പോകും. മറ്റുള്ള ദുർഗന്ധങ്ങളോ ഒന്നും മുടിയിലുണ്ടാകില്ല. നിങ്ങളുടെ മുടി നര മാറാൻ എളുപ്പം സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഡൈ ആണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഡൈ ചെയ്തു നോക്കൂ. എത്ര പഴക്കം ചെന്ന നരയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മുടിയിൽ ഇനി കെമിക്കൽ പരമായിട്ടുള്ള ഡൈകളൊന്നും ചെയ്യേണ്ട. ഈ ഒരു ഡൈ പാക്ക് നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ മുടി നര ഇല്ലാതാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലുള്ള ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇതേ രീതിയിലാണ് വേണ്ടത്. തിക്കാവാനും പാടില്ല. പക്ഷെ എന്നാൽ ഇതേ പരുവത്തിൽ കണ്ടോ. ഇത് മുടിയിലിട്ട നമ്മുടെ ഫേസിലോട്ടൊന്നും വീഴാത്ത രീതിയിലാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ വീഴുവാണെങ്കിൽ നമുക്കൊരു ഡിസ്കംഫർട്ടബിൾ ഇല്ലയോ. ഒരു 15 മിനിറ്റ് നല്ലോണം ഉണങ്ങുന്നതിന് നമ്മൾ ഇരിക്കണ്ടേ. നമ്മളിത് നോർമൽ രീതിയിൽ, അതായത് കണ്ടോ ഞാൻ കാണിക്കാം. മുടിയിലിടുമ്പോൾ സമയത്ത് ഇത് കണ്ടോ ഇങ്ങനെ തേച്ച്, ഇത് കണ്ടോ തേച്ച് പിടിപ്പിക്കുക. അതിന് താഴോട്ടങ്ങ് വീഴത്തില്ല. ഇത് കണ്ടോ താഴോട്ടങ്ങ് വീഴുന്നില്ലല്ലോ. ഇതേ പരുവത്തിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾ ആ ഒരു ഡൈ തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആഹാര കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വേരിൽ നിന്ന് തന്നെ നര മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അയണും ഒക്കെ അടങ്ങിയ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊക്കെ നോക്കുക. എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയുടെ നര മാറുന്നതാണ്. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഞാൻ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.